നമസ്കാരം. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രധാനമായ കേസ് അന്വേഷണവും തുടരന്വേഷണവും പുനരന്വേഷണവും കണ്ട കേസ്. നിരവധി എത്രയെത്ര നിയമവ്യവഹാരങ്ങൾ മാറി മാറി കണ്ട കേസ്. ഇതാ കേസിൽ വിധി വരികയാണ്. നടി ആക്രമിച്ച കേസിൽ ഡിസംബർ 8 വിധി വരും. വിശദമായി നോക്കാം. പകൽ വാർത്തയിൽ ആദ്യം പ്രധാന വാർത്ത. ആഘോഷ നിറവിൽ അയോധ്യ. ധ്വജാരോഹണം നടത്തി പ്രധാനമന്ത്രി. നൂറ്റാണ്ടുകൾ നീണ്ട വേദനയാണ് അവസാനിച്ചതെന്ന് നരേന്ദ്രമോദി. ये ध्वज संकल्प है, ये ध्वज सफलता है, ये ध्वज संघर्ष से सृजन की गाथा है, ये ध्वज सदियों से चले आ रहे स्वप्नों का साकार स्वरूप है. നടിയാക്രമിച്ച കേസിൽ വിധി ഡിസംബർ 8. 8ാം പ്രതി ദിലീപ് അടക്കം 10 പ്രതികളും ഹാജരാകണമെന്ന് വിചാരണ കോടതി. വിചാരണ നീണ്ടത് 7 വർഷവും 8 മാസവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാവില്ലെന്ന് കോൺഗ്രസ്. നടപടിയെടുത്ത് കഴിഞ്ഞെന്ന് വി ഡി സതീശനും ഷാഫി പറമ്പിലും. ഇനി നടപടി എടുക്കേണ്ടത് സർക്കാരെന്ന് കെ മുരളീധരൻ. രാഹുലിനെ സർക്കാരിനും കോൺഗ്രസിനും ഭയമെന്ന് BJP. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങി യുവതി. വിമത ഭീഷണിയിൽ വലഞ്ഞ മുന്നണികൾ. PK ശശിയുടെ അനുയായികൾ പാലക്കാട് 10 മത്സര രംഗത്ത്. കൊച്ചി കോർപ്പറേഷനിൽ UDF-ന് 13 വിമതർ. BJP മുൻ കൌൺസിലർ ശ്യാമള S. പ്രഭു BJP വിട്ടു. വിമതരെ കോൺഗ്രസ് പുറത്താക്കുമെന്ന് കെ മുരളീധരൻ. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവ് അറസ്റ്റിൽ. മലപ്പുറത്ത് SIR ഫോം വിതരണത്തിനിടെ BLOയുടെ അശ്ലീല പ്രദർശനം. എറണാകുളത്ത് സ്പായിൽ പോയ CPOയിൽ നിന്ന് പണം തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. എത്യോപ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ വ്യോമഗതാഗതം പ്രതിസന്ധിയിൽ. ന്യൂയോർക്ക് ഡൽഹി ഫ്ലൈറ്റ് ഉൾപ്പെടെ എയർ ഇന്ത്യ 11 സർവീസുകൾ റദ്ദാക്കി. നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. നടി ആക്രമിച്ച കേസിൽ വിധി അടുത്ത മാസം 8. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 7 വർഷവും 8 മാസവും നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് വിധി വരുന്നത്. ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, നടി ആക്രമിച്ച കേസ് ഏറെ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കാം. കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും പ്രമാദമായ കേസ്. അന്വേഷണവും തുടരന്വേഷണവും പുനരന്വേഷണവും കണ്ട കേസ്. നിരവധി നിയമവ്യവഹാരങ്ങൾ മാറി മാറി കണ്ട കേസ്. ഇപ്പോഴിതാ വിധി വരുന്നു അല്ലെ? ഭവ്യ, നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് നടി ആക്രമിച്ച കേസിൽ വിധിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 7 വർഷവും 8 മാസവും എടുത്തു വിചാരണ അവസാനിക്കാൻ. തന്നെ ഇതിന്റെ വിചാരണ കാലഘട്ടം നീളുന്നത് തന്നെ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ വിചാരണ തടവുകാരന് ജാമ്യം അനുവദിക്കാത്തതും വിചാരണ തുടരുന്നതും ഇത്ര അന്തമില്ലാതെ വിചാരണ തുടരുന്ന സാഹചര്യമൊക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചോദ്യമായി ഉയർന്നിരുന്നു. എന്തുകൊണ്ടാണ് അടിയന്തരമായി വിചാരണ അവസാനിപ്പിക്കണമെന്നുള്ള സാഹചര്യം? എന്തായാലും ഒടുവിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഡിസംബർ 8 വിധി പ്രഖ്യാപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് വിധി പ്രഖ്യാപിക്കും. ഹണിയം വർഗീസാണ് ജഡ്ജ്. ഈ ഡിസംബർ 8 വിധി പ്രസ്താവം നടത്തുക. 2017 ഫെബ്രുവരി 17, അതായത് 8 വർഷത്തിന് മുൻപാണ് നടി ആക്രമിച്ചത്. ഈ വിധി വരുന്നത് തന്നെ ഈ നടിയെ ആക്രമിക്കപ്പെട്ട, അതായത് കുറ്റകൃത്യം നടന്ന് 8 വർഷത്തിന് ശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരുന്നത്. നടി ഇതുമായി ബന്ധപ്പെട്ട് നടിയെ സംബന്ധിച്ച്
നല്ലൊരു അതിജീവനത്തിന്റെ കാലഘട്ടമായിരുന്നു ഈ 8 വർഷം എന്ന് വേണം പറയാൻ. കാരണം നിരവധി തവണ നിരവധി ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അടക്കമുള്ള ആരോപണങ്ങൾ ഒടുവിൽ അവര് അതിജീവിത എന്നുള്ള പേര് മാറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന് മറന്നീക്കി പുറത്തു വരാൻ വരെ തയ്യാറായി ഒരു കേസ്. പ്രത്യേകിച്ചും താൻ ഒളിച്ചിരിക്കേണ്ട ആളല്ല, പുറത്തു വന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആളാണ് എന്നുറക്കെ പ്രഖ്യാപിച്ച് ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് വേണ്ട, അടച്ചിട്ട മുറിയിലൂടെ ഉള്ള കോടതി നടപടിക്രമങ്ങൾ വേണ്ട, തനിക്ക് തുറന്ന കോടതിയിൽ തന്നെ വാദം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം എത്തിയ കേസ്. നിരവധി ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ എത്തുന്ന ഒടുവിൽ കോടതിക്ക് തന്നെ വിചാരണ നടപടികൾ നീട്ടാൻ വേണ്ടിയുള്ള പ്രതികളുടെ നീക്കമാണ് എന്ന് കോടതി തന്നെ അത്തരത്തിൽ വിമർശിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വിചാരണ ഘട്ടം ഒടുവിലായപ്പോൾ തന്നെ ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തുന്നു. അതുപോലെ പൾസർ സുനി ഫോറൻസിക് ഉദ്യോഗസ്ഥരെ 2 ഫോറൻസിക് ഉദ്യോഗസ്ഥരെ വീണ്ടും വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലെത്തുന്നു. ഇങ്ങനെ പ്രതികളുടെ ഭാഗത്തു നിന്ന് തന്നെ വിചാരണ നീട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇടപെടലാണ് എന്നുള്ള കോടതി നിരീക്ഷണമുണ്ടായി. അടിയന്തരമായി വിഷയത്തിൽ വിധി എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും 7 വർഷവും 8 മാസവും കാത്തിരിക്കേണ്ടി വന്നു. കേരളം കണ്ടിട്ടുള്ള കേരളത്തെ ഏറ്റവും ഞെട്ടിച്ച, കേരളത്തിൽ ഏറ്റവും ചർച്ചയായിട്ടുള്ള ഒരു വിധിയിലേക്ക് എത്താൻ എന്നുള്ളതാണ്. ഈ പറയുന്നത് പോലെ 2 തവണയാണ് പ്രോസിക്യൂഷൻ പിന്മാറിയത്. അതിനുശേഷം ഇപ്പോൾ അഡ്വക്കേറ്റ് രാജകുമാറാണ് ഇതിന്റെ പ്രോസിക്യൂഷൻ. അദ്ദേഹം ഈ കേസ് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പൊതുവെ ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിലയിരുത്തൽ. എന്നിരുന്നാലും എന്തായിരിക്കും ദിലീപിന്റെ വിധി? ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. കേസിൽ 10 പ്രതികളുണ്ട്. ഈ 10 പ്രതികളും വിചാരണ തുടരുക. ഇപ്പോൾ നടിയുടെ അഭിഭാഷക TB മിനി നമുക്കൊപ്പം ചേർന്നു. ശ്രീമതി മിനി, എന്തായാലും ഡിസംബർ 8-ന് കേരളം കാത്തിരുന്ന ആ വിധി വരാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞങ്ങള് ഒരുപാട് തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട്. ഒരു സാധാരണ ഒരു കോൺസ്പിറസി കേസിൽ ഉണ്ടാവുന്നതിനേക്കാൾ ധാരാളം. പിന്നെ കേസിൽ എല്ലാവർക്കും അറിയാലോ, ആ വിധി, ആ തെളിവുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കോടതി അപ്രീഷിയേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വിധി. 100-ലധികം തെളിവുകൾ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട് ഒരു 8ാം പ്രതിക്കെതിരെ തന്നെ. മറ്റ് തെളിവുകൾ ധാരാളമുണ്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ധാരാളമുണ്ട്. പക്ഷെ ഇതൊന്നും, ഈ തെളിവുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണോ, പ്രതികൾക്ക് ശിക്ഷ കൊടുക്കത്തക്ക വിധത്തിലാണോ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ശ്രീമതി മിനി, 7 വർഷവും 8 മാസവുമാണ് ഇതിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീണ്ടുപോയത്, നമുക്കതറിയാം. അപ്പോൾ ഈ വിചാരണ നീണ്ടുപോയതിലും വിധി പറയാൻ വൈകിയതിലും ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ? അതിപ്പോ വിചാരണ, സ്വാഭാവികമായി വിചാരണ നീണ്ടുപോകുന്നത് വിക്ടിമിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട്, എല്ലാ വിക്ടിമിനെ സംബന്ധിച്ചും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഈ കേസിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, പല ഘട്ടങ്ങളിൽ വിവിധ തരത്തിലുള്ള എവിഡൻസുകൾ ഇതിലേക്ക് ഏഡ് ചെയ്യപ്പെടുകയായിരുന്നല്ലോ. ഞങ്ങൾക്ക് തിക്താനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് ഞാൻ അതൊന്നും പറയണില്ല. പക്ഷെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവും വിധിക്ക് ശേഷം. നമ്മളൊരു എന്നാലും ചോദിക്കട്ടെ, ഈ കേസിന്റെ വിചാരണയിലേക്ക് കടന്നപ്പോൾ ഉണ്ടായ തടസ്സങ്ങൾ അതെന്തൊക്കെയായിരുന്നു? തടസ്സങ്ങൾ പറയാമോ? തടസ്സങ്ങളല്ല, ഇത് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ടാമ്പർ ചെയ്യപ്പെടുകയോ ആ തെളിവ് ഹാഷ് വാല്യൂ മാറി. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തെളിവായിരുന്നു മെമ്മറി കാർഡ്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്ന ഒരു വിഷയമാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായത്. അത് പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഞാനടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട്. കാരണം ഞങ്ങള് കോടതികൾക്ക് എതിരാണ് എന്ന നിലയിൽ പറഞ്ഞു പരത്താനായിരുന്നു പ്രതികളുടെ ശ്രമം. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. നമ്മൾ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ അത് ജുഡീഷ്യറിയുടെ ചില സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നോ അല്ല ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ പോലും നമ്മൾ ഭയമില്ലാതെ അതിനെ ഫേസ് ചെയ്യുകയും അതിനെതിരെ പോരാടുകയും ചെയ്തതാണ് ഈ കേസ് എന്ന് പറയുന്നത്. ലൈഫിൽ തന്നെ നമ്മൾക്ക്, ഞാനിപ്പോ ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ തന്നെ ഞാൻ വലിയ ക്രൈസിസിലും അല്ല ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 വർഷക്കാലമായി ലൈഫ് തന്നെ നമ്മൾ പരിപൂർണമായി ഞാൻ അണ്ടർഗ്രൗണ്ടിൽ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. എനിക്കല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയാണ് എന്ന് വിക്ടിം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആ കുട്ടിക്ക് പൊതുസമൂഹത്തിൽ വരാനും
സാധാരണ നമ്മളുടെ ഉള്ള ആളുകളെ പോലെ തന്നെ വിഷയങ്ങളിൽ ഇടപെടാനും നടനം നടത്താനും അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനും മറ്റ് പൊതുപരിപാടികള് പങ്കെടുക്കാനും പിന്നെ മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹം പരിപൂർണമായും സത്യത്തിൽ ഈ വിക്ടിമിനെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തില് ജനിക്കുകയും മറ്റ് രാജ്യങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ രാത്രി പകല് ഇല്ലാതെ എന്നെ വിളിച്ചുകൊണ്ട് ഇതിന് നീതി കിട്ടുമോ, എന്ത് ഫൈറ്റാണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു വിളിച്ചിരുന്നത്. കാരണം നമുക്കൊരു ലീഗൽ ഫൈറ്റില് പൊതുസമൂഹത്തിന്റെ സപ്പോർട്ട് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് ആരെയും നമുക്ക് സഹായം ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെ ടാമ്പർ ചെയ്യപ്പെടുന്നു. അത് ഹൈക്കോടതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ആ സുപ്രീം കോടതി വരെ പോകുന്നു. തിരിച്ച് ഹൈക്കോടതിയിൽ തന്നെ വരുന്നു. അതേ ജഡ്ജിയുടെ അടുത്ത് തന്നെ വരുന്നു. ആ ജഡ്ജി തന്നെ ആ മെമ്മറി കാർഡ് പുതിയ ഒരെണ്ണം എടുത്തു വെക്കാൻ വേണ്ടി വിധി പറയുന്നു. ഇതൊക്കെ അസാധാരണമായ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ അപ്പോഴും യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഇത്രയധികം പ്രശ്നങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ വരെ ഈ ലീഗലി എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വക്കീലന്മാർക്ക് ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ആരും പതറാതെ കൂട്ടമായിട്ട് ഞങ്ങള് നിൽക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, കോടതിയിൽ നിന്ന് പോലും ഈ നടിക്ക് നീതി കിട്ടുന്നില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ലെന്ന് പറയേണ്ടി വന്ന സാഹചര്യം നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രിക്ക് പോലും പരാതി കൊടുക്കേണ്ടി വന്നു, സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. ഇതെല്ലാം പ്രബലരുടെ ഇടപെടൽ കാരണമുണ്ടായ വിഷമങ്ങളല്ലേ? അങ്ങനെ കരുതാൻ സാധിക്കില്ലേ? അതെ, ജനങ്ങൾ കോടികൾ ഇറക്കാൻ തയ്യാറുള്ള പ്രതികൾ, അവര് കോടികൾ ഇറക്കി അവര് എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങളും ഉപയോഗിച്ച് അവരുടെ ഗുണ്ടായിസം അടക്കം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക സാക്ഷികളെ സ്വാധീനിക്കാനും എനിക്ക് സാക്ഷികൾ തന്നെ നല്ല രീതിയിൽ നമ്മൾ ഈ വിധി പറയുന്നതിന് ശേഷം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറെ സാക്ഷികളുണ്ട്. അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ കൂടി സഹകരണം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ പലതും ഞങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു അനുഭവം തന്നെയാണ്. ഇത് നമ്മൾക്ക് വിധിക്ക് ശേഷം എനിക്ക് ഇതൊക്കെ പറയാനായിട്ട് സാധിക്കും. അതൊരു വല്ലാത്ത അനുഭവമാണ്. എന്തായാലും നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഈ 8ാം പ്രതിയായ ദിലീപ് വളരെയധികം സ്വാധീനശേഷിയുള്ള ആളാണ്. അപ്പൊ പ്രതിയുടെ ഇടപെടലിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ? അല്ലെ, അതാണ് നമ്മളെ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ ഇങ്ങനെ വരുന്നു, ഇതിലുൾപ്പെടെ ശരിയായിട്ടുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു പോലും അറിയാതെയാണ് അദ്ദേഹം അവിടെ പോയിട്ട് ആ പ്രതിഷേധ പരിപാടിയിലൊക്കെ പങ്കെടുത്തത്. അപ്പൊ അതിനുശേഷം ഉൾപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രതികളെ കണ്ടെത്തുന്നതിന് യഥാർത്ഥത്തില് സഹായിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞ ഞാൻ പിണറായി വിജയന്റെ സർക്കാർ, LDF സർക്കാർ തന്നെയാണ്. അതിൽ നമുക്ക് സംശയരഹിതമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഒരു ആർജവം തന്നെയാണ് അന്ന് പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതിനുശേഷമുള്ള ഇപ്പോ പ്രോസിക്യൂഷൻ നടപടികളിൽ അജുകുമാർ സാറിനെ പോലൊരാളെ പ്രോസിക്യൂട്ടറായിട്ട് കൊണ്ടുവരുന്നു. ഇപ്പൊ അത് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പോ കേസിന്റെ പ്രോസിക്യൂഷൻ സൈഡ് എന്ന് പറയത്തക്ക വിധത്തിലുള്ള നമ്മുടെ ഹൈക്കോടതിയിലെ DGP അടക്കമുള്ള സെക്ഷന്റെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സിൽ നിന്ന് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ വിക്ടിമിന്റെ ലോയർ എന്ന നിലയിൽ ആ ഒരു വർക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെ നിന്നായിരുന്നു, അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ A to Z കാര്യങ്ങൾ എനിക്കറിയാം. കുറച്ചുകൂടി നമ്മൾക്ക് വിധിക്ക് ശേഷം പറയാൻ കഴിയുന്നു. എനിക്ക് ഈ സമയത്ത് എനിക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ ഒരു വിധിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അറിയാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് കോടതി വിധി പറയട്ടെ, കോടതി അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. ഞങ്ങളുടെ തെളിവുകൾ, ധാരാളം തെളിവുകളുണ്ട്, ആ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്യട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വളരെ നന്ദി ശ്രീമതി TB മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഭിഭാഷകയുടെ അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, പ്രോസിക്യൂഷൻ ആത്മവിശ്വാസത്തിലാണ്. കഷ്ടപ്പെട്ടെങ്കിലും പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ, താങ്കൾ ഇപ്പോഴും പൾസറും കൂട്ടാളികളും മാത്രമാണ് കുറ്റക്കാർ എന്ന നിലപാടിൽ തന്നെയല്ലേ? 100% കേരള ചരിത്രത്തിൽ ആടപ്പെട്ട വ്യക്തി ശ്രീ ദിലീപാണ്.
നമ്പിനാരായൺ സാറിന്റെ ചാരക്കേസ് ഒരു ചാരവുമില്ലാത്ത കേസാണെന്ന് തിരിച്ചറിഞ്ഞതുപോലെ ശ്രീ ദിലീപിന്റെ കേസ് വെറും ഗൂഢാലോചനയും ആരോപണവും മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയും. അതിജീവിതയ്ക്ക് തീർച്ചയായിട്ടും നീതി വേണം. നമ്മളെല്ലാം അതിജീവിതയുടെ നീതിയോടൊപ്പമാണ്. അതിജീവിതയുടെ നീതി എന്ന് പറയുന്നത് നീയും ബാക്കിയുള്ള ആൾക്കാരും ഇതിനെ ദ്രോഹിച്ചു എന്നുള്ളതാണ്. അതിൽ അവർ ശക്തമായി ശിക്ഷിക്കപ്പെടണം. എന്നാൽ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മാസങ്ങൾക്ക് ശേഷം വലിച്ചിഴക്കപ്പെട്ട ആളാണ് ശ്രീ ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ്. കോടതി ശക്തമായ വേട്ടയാടലും പോലീസ് വേട്ടയാടലും ഒക്കെ ഇങ്ങനെ നിന്നത്. ഒരു കാര്യം കൂടി അവസരത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കും. ശ്രീ ദിലീപ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ച കേസ് എന്തായി? അതെന്താ ഇപ്പം പോലീസുകാർ അന്വേഷിക്കാത്തെ? 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ശ്രീ ദിലീപിനെതിരെ പരാതി ഇട്ടിരുന്നല്ലോ. അതും ഇതിനെക്കാട്ടി എത്ര സീരിയസ് ആയ അലിഗേഷൻ ആണ്. ആലോചിച്ച് നോക്കൂ, 4 പോലീസുകാരെ. അതൊന്നും ഇപ്പൊ ആർക്കും അന്വേഷിക്കണ്ടേ? എന്തെല്ലാം തട്ടിപ്പാണ് ഈ കേസിൽ നടന്നത്. അതും കൂടി ഈ കോടതി വിധിയിലൂടെ പുറത്തു വരണമെന്നാണ് ഈ നാട്ടിൽ നീതി ആഗ്രഹിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. അതായത് അതിജീവിതയ്ക്ക് നീതി, ഈ ദിലീപിനെ വേട്ടയാടുന്നതും അവസാനിക്കണം. രണ്ടും കൂടി ഒരുമിച്ച് വരണം. രണ്ടുപേരുടെയും ജീവിതത്തിൽ പുതിയൊരു ഘട്ടം തുടങ്ങണം. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ് അതിജീവിത. കാര്യം അതിജീവിത സൗത്ത് ഇന്ത്യ മുഴുവൻ പ്രശസ്തയായ നമ്മുടെ മലയാളം നടിയാണ്. അവർക്ക് നീതി വേണം. പൾസർസിന് ശിക്ഷിക്കപ്പെടണം, കൂട്ടാളികൾ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അന്യായമായി കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ശ്രീ ദിലീപിന് നീതി ഉണ്ടാകണം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ കേസിന്റെ വിധിയെക്കുറിച്ചൊക്കെ പറയുന്നവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നത് മാഡമാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെയാണ്. പാവം കാവ്യാമാധവനെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ? കാവ്യയുടെ അമ്മയെ വരെ ഈ കേസ് വലിച്ചിടാൻ ശ്രമിച്ചില്ലേ? എത്ര ഗൂഢാലോചന ശ്രീ ദിലീപിനെതിരെ നടന്നു. ഇപ്പൊ നമ്മളോടൊപ്പമില്ല ശ്രീ ബാലകുമാർ, നമ്മളെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. പക്ഷെ അദ്ദേഹം അടക്കം എന്തൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഗോൾച്ചൻ, ദുബായ്, 50 ലക്ഷം, ദാവൂദ് ഇബ്രാഹിം, എവിടെ പോയി ഇതെല്ലാം? അപ്പോ ദിലീപിനെതിരെ നുണകളുടെ പെരുമഴയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദിലീപിനെതിരെയുള്ള എല്ലാ വ്യാജ തെളിവുകളും തകർന്നു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. കോടതി എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. കോടതിയുടെ വിധിയാണ് നമ്മൾ ബഹുമാനിക്കണം. കോടതിയുടെ വിധിയിൽ ഗൂഢാലോചന തെളിയുകയാണെങ്കിൽ പൾസറും കൂട്ടാളികളും അനുഭവിക്കേണ്ട അതേ ശിക്ഷ തന്നെ ദിലീപും അനുഭവിക്കേണ്ടി വരും. ഇല്ല, പൾസറിന്റെയും സുനിയും അവര് ഗൂഢാലോചന നടത്തിയ ദിലീപ് എന്തിനാ അനുഭവിക്കുന്നു? ശ്രീ ദിലീപിന് ഈ കേസുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ശ്രീ ദിലീപിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു കാര്യങ്ങളും ഇല്ല. അത് ഇത്ര കോൺഫിഡന്റ് ആയി പറയുന്നതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്തേനെ. താങ്കളുടെ അടക്കമുള്ള പ്രമുഖ ചാനലുകൾ അത് വെളിയിൽ കൊണ്ടുവന്നേനെ. കാര്യം എല്ലാവരും അറിയാമല്ലോ, എല്ലാ പാർട്ടികളും ശ്രീ ദിലീപിനെതിരെയാണ് നിലപാടെടുത്തത്. പോലീസും മാധ്യമങ്ങളും എല്ലാം. കോടതിയുടെ നീതിപീഠം ഉള്ളതുകൊണ്ട് മാത്രമാണ്, അതും ഒരു ശക്തയായ വനിതാ ജഡ്ജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ആ കേസ് അതേപോലെ നിന്നത്. ആ വനിതാ ജഡ്ജിക്ക് പ്രണാമം. ആ പേര് പറയാമെങ്കിൽ ജഡ്ജി ഹണി വർഗീസിന് പ്രണാമം. കോടതികൾക്ക് പ്രണാമം. മാധ്യമ വേട്ടയാടുകൾക്ക് ഒരാളെ വിട്ടുകൊടുക്കില്ല എന്ന് കോടതി തീരുമാനിച്ച മഹത്തരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രൊപ്പഗാൻഡ വെച്ച ആൾക്കാരെ ശിക്ഷിക്കാൻ കഴിയില്ല. തെളിവുകൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. എന്തായാലും കേരളത്തിലെ ഒരു ലാൻഡ് മാർക്ക് കേസ് ആയിരിക്കും ഇതെന്ന കാര്യത്തെ സംശയമില്ല. ഏത് രീതിയിൽ പോയാലും കേട്ടോ, ഇനി ശ്രീ ദിലീപിന് അനുകൂലമായി വന്നാലും ശ്രീ ദിലീപിനെതിരെ വന്നാലും. അപ്പൊ ഞാൻ ചോദിച്ചോളട്ടെ ശ്രീ രാഹുൽ, ശ്രീ മെമ്മറി കാർഡൊക്കെ പല തവണ പരിശോധിച്ചതൊക്കെ ഈ പ്രബലരുടെ സ്വാധീനമുണ്ടായി, ഗൂഢാലോചന തെളിയിക്കാതിരിക്കാൻ എന്നതിന്റെ തെളിവായിരുന്നു. മാഡം അല്ല മാഡം, നിങ്ങളെ പോലുള്ളവരെ പറ്റിക്കാൻ അവരിറക്കുന്ന ക്യാപ്സൂളാണ്. 7 സെക്കൻഡും 8 സെക്കൻഡും ഒക്കെയാണ്. ആരോ ID കാർഡ് ഇട്ട് നോക്കിയതാണ്. നാട്ടുകാരെ പറ്റിക്കുകയാണ്. ഹാഷ് വാല്യൂ, ആ തമ്പനെയിലിന്റെ അല്ലെങ്കിൽ ആ USB-യുടെ ഹാഷ് വാല്യൂ മാറിയത്, ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. സാധാരണ ഇതിന്റെ ടെക്നിക്കാലിറ്റി അറിയാത്ത പാവപ്പെട്ടവരെ പറ്റിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, കോടതിയുടെ ഓഫീസേഴ്സ് ആണ് അത് നോക്കിയത്. 2, അത് നോക്കിയാലും ഇല്ലെങ്കിലും എന്ത് വ്യത്യാസം വരുന്നു? അതായത് ആലോചിച്ച് നോക്കുക, ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തെ പർവ്വതീകരിച്ച് പറയുന്നതല്ലേ. അതിന്റെ ഹാഷ് വാല്യൂ മാറിയാലും മാറിയില്ലെങ്കിലും എന്ത് വരുന്നുണ്ട്? ഒന്നും വരുന്നില്ല. ഫയലുകളുടെ ഹാഷ് വാല്യൂവിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോ കേസ് നോക്കുമെന്നായപ്പോൾ പുതിയ പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കി എങ്ങനെങ്കിലും മാധ്യമങ്ങളിലൂടെ നടത്തി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് രക്ഷിക്കാം, അല്ലെങ്കിൽ ദിലീപിനെ കൊടുക്കാം, ശിക്ഷിക്കാമെന്നാണ് ചില ആൾക്കാർ കരുതിയത്. അതിജീവിതയോടൊപ്പമാണ് കേട്ടോ 100%. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിജീവിതയ്ക്ക് പോലും അറിയില്ലല്ലോ ശ്രീ ദിലീപാണ് ഇതിന്റെ പിന്നിലെന്ന്. അങ്ങനെയാണെങ്കിൽ അതിജീവിതയെ അനുകൂലിക്കുന്ന എറണാകുളം പരിപാടിക്ക് ശ്രീ ദിലീപ് മുഖ്യമായി ഗസ്റ്റായിട്ട് പങ്കെടുക്കൂ. അപ്പോ അതിജീവിതയെ അടക്കം തെറ്റിദ്ധരിച്ച് അതിജീവിതയുടെ വേദന യൂസ് ചെയ്ത് ദിലീപിനെ തകർക്കാൻ ശ്രമിച്ച ചില ആൾക്കാർക്ക് മുഖമടിച്ചുള്ള മറുപടി ഡിസംബർ 8-ാം തീയതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കോടതിയുടെ വിജയമാണ്, നീതിയുടെയും നിയമത്തിന്റെ വിജയമാണ്. ഇത്രയും മാധ്യമങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടും കോടതി അതിനൊന്നും വശംവദരായില്ല എന്നുള്ളത് ഈ നാട്ടിലെ കോടതികൾ, ഹൈക്കോടതിയിലെ 3 ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാർ, നമ്മുടെ വിധി പറയാൻ പോകുന്ന എറണാകുളം കോടതി, ഇവരടക്കം നീതിയാണ് പ്രധാനം, സത്യമാണ് പ്രധാനം എന്നുള്ളതാണ്. ഒറ്റ പോയിന്റ് മാത്രം ദയവായി ആലോചിക്കുക. ശ്രീ ദിലീപിന് അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാ?
ശ്രീ ദിലീപും കാവ്യ മാധവനും കല്യാണം കഴിച്ച് കാവ്യ പ്രഗ്നന്റ് ആയി കുട്ടി വരാൻ കാത്തിരുന്ന കാലത്ത് ശ്രീ ദിലീപിന് ഈ അതിജീവിതയെ ആക്രമിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഒന്നുമില്ല. പൾസർ സുനിയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പൾസർ സുനി മറ്റു പല ആൾക്കാരെയും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിക്കെതിരെ വേറെയും പരാതിയുണ്ട്. അപ്പോ പൾസർ സുനിയെ മനഃപൂർവ്വം ദിലീപിനോട് കണക്ട് ചെയ്യാൻ ചില ആൾക്കാർ നോക്കി. ഒരു കടുകുമണിയോളം പോലും തെളിവില്ല ഇതുവരെ ശ്രീ ദിലീപിനെതിരെ. ഇനിയും നമ്മൾ അറിയാതെ ഇൻ ക്യാമറയിൽ തെളിവ് കൊടുത്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുമാധ്യമ രംഗത്ത് വന്ന പബ്ലിക് ഡൊമൈനിൽ വന്ന ഒരു തെളിവ് പോലും ശ്രീ ദിലീപിനെതിരെ ഇല്ല. അപ്പോ അതിജീവിതയ്ക്ക് നീതി വേണം. നമ്മുടെ അഭിമാനമാണ് അതിജീവിത. അതോടൊപ്പം കള്ളക്കേസ് വ്യാജ കേസിൽ അല്ലെങ്കിൽ ശിക്ഷിച്ച ശ്രീ ദിലീപിനെയും അല്ലെങ്കിൽ വ്യാജ കേസിൽ കുടുക്കിയ ശ്രീ ദിലീപിനും നീതി വേണം. ഈ രണ്ടുപേർക്കും നീതി ലഭിക്കുമാറാകട്ടെ. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞ, മലയാള സിനിമയെ തന്നെ രണ്ടാക്കിയ സംഭവം എന്ന് തന്നെ നടി ആക്രമിച്ച കേസിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും മെറ്റീരിയൽ എവിഡൻസിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്ന കേസാണ് ഇപ്പോൾ സംഭവിച്ചത്. എല്ലാ കാലത്തും ചർച്ചയായതാവട്ടെ ഈ മെമ്മറി കാർഡ് വിവാദമായിരുന്നു. അത് മെമ്മറി കാർഡ് നശിപ്പിക്കാനുള്ള ശ്രമം അവിടുന്ന് അവസാനിക്കുന്നില്ല. ഈ ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ച സംഭവം, ദൃശ്യങ്ങൾ കോടതിയുടെ സംരക്ഷണയിലിരിക്കെ ആ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്നുള്ള സംഭവം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ കൂടിച്ചേർന്ന് സാങ്കേതികമായി വലിയ തരത്തിൽ ചർച്ചയായ ഒരു കേസ് കൂടിയായിരുന്നു നടി ആക്രമിച്ച കേസ്, അല്ലേ? ഭവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ മെമ്മറി കാർഡ് 3 തവണയാണ് ഹാഷ് വാല്യൂ മാറിയത്. പ്രത്യേകിച്ചും ഈ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദാണ് ആദ്യമായിട്ട് മെമ്മറി കാർഡ് തുറന്നു നോക്കുന്നത്. അത് കോടതി പറയുന്ന സമയത്തോ അല്ലെങ്കിൽ കോടതിയിൽ അവരുടെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന ഒരു തൊണ്ടി മുതലാണ് മെമ്മറി കാർഡ്. അത് അവിടെ തന്നെ സൂക്ഷിക്കേണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവർ അത് വീട്ടിൽ കൊണ്ടുപോയി. അതായത് കോടതി സമയത്തൊന്നും ആയിരുന്നില്ല അത് തുറന്നു നോക്കിയത്, രാത്രി സമയത്തായിരുന്നു അത് തുറന്നു നോക്കിയ സാഹചര്യം. പിന്നീടൊന്ന് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ഉദ്യോഗസ്ഥൻ മഹേഷ് മോഹൻ, മറ്റൊന്ന് ശിരസ്ദാർ താജുദ്ദീൻ. ഈ ശിരസ്ദാർ താജുദ്ദീന്റെ വിവോ ഫോണിൽ ഇട്ടിട്ടാണ് ഈ മെമ്മറി കാർഡ് കോടതിയിൽ ദൃശ്യങ്ങൾ പ്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് വിവോ ഫോൺ അന്വേഷിച്ചപ്പോൾ വിവോ ഫോൺ പോലീസ് അന്വേഷിച്ചിരുന്ന സാഹചര്യത്തിൽ അതും അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ഈ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ 3 തവണ മാറിയിട്ടുണ്ട് എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണം വരുന്നത്. അത് അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ വിവോ ഫോൺ കണ്ടെത്താനായില്ല, അത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കള്ളം പറയേണ്ടി വന്നത്. കള്ളം പറഞ്ഞതായിരുന്നു എന്നുള്ള നിഗമനത്തിൽ തന്നെ ആയിരുന്നു പോലീസും. ഇങ്ങനെ 3 തവണയാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. അത് നിയമപരമായി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടിയും അതിന് കൃത്യമായ സമയമുണ്ട്, കൃത്യമായ കോടതിയുടെ അനുവാദം വേണം. അതല്ലാതെ ഇത്തരത്തിൽ സീസ്ഡ് ആയിട്ടുള്ള ഒരു തൊണ്ടി മുതലിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തതയുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതേസമയം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് സഹപ്രവർത്തകർക്ക് അനുകൂലമായുള്ള നടപടിയെടുത്തു. അതിൽ അന്വേഷണം നടന്നതല്ലാതെ മറ്റൊരു സാഹചര്യവും ശിക്ഷാ നടപടികളോ മറ്റു നടപടിക്രമങ്ങളോ ഉണ്ടായില്ല എന്ന് കാട്ടിയാണ് വീണ്ടും അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറി എന്നുള്ളത് കാര്യം വ്യക്തതയുണ്ട്. മാത്രമല്ല 32 തെളിവുകളാണ്, ഡിജിറ്റൽ തെളിവുകളാണ് ദിലീപിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ദിലീപിന് ജയിലിൽ നിന്നും എഴുതിയ കത്തുണ്ട്. ദിലീപ് ഉണ്ടായിരുന്ന സെറ്റിൽ പൾസർ സുനി പോയതിന് തെളിവുണ്ട്. നിരവധി കാര്യങ്ങൾ ദിലീപിനെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ ശേഷമാണ് 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അങ്ങനെ തന്നെയാണ് ദിലീപിനെ കേസിൽ 8ാം പ്രതിയായി ചുമത്തപ്പെടുന്ന അല്ലെ 8ാമത്തെ പ്രതിയായി ചേർക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തായാലും ഓടുന്ന വാഹനത്തിൽ മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത അപൂർവ കേസ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പൾസർ സുനിയും കാർ ഓടിച്ചിരുന്ന മാർട്ടിൻ ആന്റണിയും സംഘവും നടത്തിയ ആക്രമണമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കേസ് അന്വേഷണം പിന്നീട് ചെന്നെത്തിയത് മലയാളത്തിലെ പ്രമുഖ നടൻ ദിലീപിലേക്ക്. ദിലീപിന്റെ നിർദ്ദേശപ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ നടിയെ സമൂഹത്തിൽ മോശക്കാരിയാക്കാനുള്ള ശ്രമം നടത്തിയെന്ന കുറ്റാരോപണം. ദിലീപിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങൾ. വിചാരണ കോടതി നിഷ്പക്ഷമല്ലെന്ന ആക്രമണത്തിനിരയായ നടിക്ക് പ്രതികരിക്കേണ്ട വന്ന കേസ്. തുടരന്വേഷണവും ദിലീപിന്റെ അടുത്ത അനുയായി ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയതും ഏറെ ശ്രദ്ധേയമായി. നടി ആക്രമിച്ചത് പകർത്തിയ മെമ്മറി കാർഡ് വിവാദ വസ്തുവാകുന്നു. മെമ്മറി കാർഡ് പലതവണ പരിശോധിച്ചെന്ന അന്വേഷണത്തിൽ തെളിയുന്നു. കോടതിയെപ്പോലും സംശയനിലാക്കിയ മെമ്മറി കാർഡ് പരിശോധന. വിചാരണ നീണ്ടുപോകുന്നതിനെതിരെ പരാതി ഉയരുന്നു. സുപ്രീം കോടതിക്ക് പോലും പലതവണ ഇടപെടേണ്ടി വരുന്നു. ദിലീപ് വിചാരണ നീട്ടാൻ ആവശ്യമില്ലാത്ത ഹർജികൾ നൽകുന്നുവെന്ന് പിന്നീട് ഉയർന്ന ആരോപണം. പിന്നീട് അങ്ങോട്ട് വിചാരണ തീർന്ന് 9 മാസത്തോളം വിധി പറയാനുള്ള കാത്തിരിപ്പ്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ.
മറ്റു വാർത്തയിലേക്ക്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 191 അടി ഉയരത്തിലുള്ള ഗോപുരത്തിലാണ് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത്. നൂറ്റാണ്ടുകളായുള്ള മുറിവുണങ്ങിയെന്നാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടെ പറഞ്ഞത്. आज उस यज्ञ की पूर्णाहुति है जिसकी अग्नि 500 वर्ष तक प्रज्वलित रही. जो यज्ञ एक पल भी आस्था से डिगा नहीं, एक पल भी विश्वास से टूटा नहीं. आज भगवान श्री राम के गर्भगृह की अनंत ऊर्जा, श्री राम परिवार का दिव्य प्रताप इस धर्म ध्वजा के रूप में इस दिव्यतम भव्यतम मंदिर में प्रतिष्ठापित हुआ है. और साथियों, ये धर्म ध्वजा केवल एक ध्वजा नहीं, ये भारतीय सभ्यता के पुनर्जागरण का ध्वज है. ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി ആരതി ഒഴിഞ്ഞ ശേഷമാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണത്തിന് എത്തിയത്. ധ്വജാരോഹണ ചടങ്ങുകൾക്ക് മുൻപായി അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോയും നടത്തിയിരുന്നു. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. രഞ്ജിത്ത്, അയോധ്യയിൽ ധ്വജാരോഹണം കഴിഞ്ഞിരിക്കുന്നു. പതിറ്റാണ്ടുകളായുള്ള ബിജെപിയുടെ പ്രകടന പത്രികയിലെ പ്രധാന കാര്യമായിരുന്നു ഇത്തരത്തിൽ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരും എന്നുള്ളത്. അതിപ്പോൾ പൂർണ്ണമായി തരത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ബിജെപിയുടെയും RSSന്റെയും ഒക്കെ അഭിമാന നിമിഷമാണ് അല്പസമയം മുൻപ് കഴിഞ്ഞത്. പതിറ്റാണ്ടുകളായുള്ള ആവശ്യം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്? തീർച്ചയായും ഭവ്യ 11 അടി ഉയരത്തിൽ 20 അടി വീതിയിൽ ഉള്ള പതാക അതിപ്പോൾ അയോധ്യ മന്ദിരത്തിന് മുകളിൽ പാറി പറക്കുകയാണ്. ഏതാണ്ട് 5 വർഷം നീണ്ട കാത്തിരിപ്പ്, അതായത് ഈ അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള കാത്തിരിപ്പായിരുന്നു രാമഭക്തരുടേത്. എന്റെ തൊട്ടു പുറകിൽ കാണാം ആ ധ്വജം ഇങ്ങനെ പറക്കുന്നത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ധ്വജാരോഹണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ട ചടങ്ങുകൾക്കൊടുവിലാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണം നടത്തിയത്. RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവതും അതിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുശേഷം പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇത് ഭാരതത്തിന്റെ ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പുനരുജ്ജീവനത്തിന്റെയും ഒക്കെ പ്രതീകമാണ് ഈ പതാക എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു. 500 വർഷമായി രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയായ കാര്യങ്ങൾ, 96 മുതൽ നടന്ന നിയമ പോരാട്ടങ്ങൾ, അതിനുശേഷം ഉണ്ടായ കോടതി വിധി, അവിടെ
2020 ഇതുമായി ബന്ധപ്പെട്ടുള്ള രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. 2024 പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അതിനുശേഷം കൃത്യം 1 വർഷവും 9 മാസവും കഴിയുമ്പോൾ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നു. അതിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത് മോഹൻ ഭാഗവതും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്നാണെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിയും മോഹൻ ഭാഗവതും ചേർന്ന് ധ്വജാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിനുശേഷം അദ്ദേഹം 7000-ഓളം ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. മോഹൻ ഭാഗവത് പറഞ്ഞത് ഇവിടെ ജീവൻ ബലിയർപ്പിച്ച നിരവധി ആളുകളുടെ ആത്മാക്കൾക്കുള്ള ശാന്തി കൂടിയാണ്, അതാണ് ഉയർന്നു പറക്കുന്നത് എന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയാകട്ടെ ഭാരതത്തിന്റെ ഐശ്വര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പതാകയായി ഇനിയുള്ള വർഷങ്ങളിൽ ഭാരതം മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമായി ഈ പതാകയെ കാണണം എന്ന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. അതിന് മുൻപ് ഏതാണ്ട് കൃത്യം 10 മണിയോടെയാണ് അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. ഇതിന് തൊട്ട് മുൻപുള്ള 3 കിലോമീറ്റർ അപ്പുറത്തുള്ള സാകേത് കോളേജിൽ തയ്യാറാക്കിയ പ്രത്യേക ഹെലിപാഡിൽ പ്രധാനമന്ത്രി ഇറങ്ങുകയായിരുന്നു. പിന്നീട് 2-2.5 കിലോമീറ്ററോളം റോഡ് ഷോ നടത്തി അദ്ദേഹം രാമക്ഷേത്രത്തിലെത്തി. അതിനുശേഷം ആദ്യം നടത്തിയത് സപ്ത മന്ദിർ ദർശനമാണ്. ഈ ഉപക്ഷേത്രങ്ങളായ സപ്ത മന്ദിറിൽ ദർശനം നടത്തി. അതിനുശേഷം രണ്ടാമത്തെ നിലയിൽ രാമന്റെ കുടുംബാംഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പ്രത്യേക പൂജയും വഴിപാടുകളും ദർശനവും നടത്തി. അതിനുശേഷം രാംലല്ലയെ കണ്ട് തൊഴുതു മടങ്ങിയ പ്രധാനമന്ത്രിയാണ് പിന്നീട് 11:48 ശേഷമുള്ള ശുഭ സമയത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഈ ധ്വജാരോഹണം നടത്തിയത്. നമുക്കറിയാം 3 വർഷത്തോളം ആയുസ് പറഞ്ഞിട്ടുള്ള ധ്വജമാണ് ഉയർന്നിട്ടുള്ളത്. ഏത് കാറ്റിനെയും കോളിനെയും പ്രതിരോധിക്കും. 200 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചാൽ പോലും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാത്ത പതാകയാണ്. ഇതിന് പ്രത്യേക റിമോട്ട് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിനുള്ള സംവിധാനവും സാങ്കേതിക വിദഗ്ധരുമൊക്കെ അവിടെയുണ്ട്. 3 വർഷത്തിന് ശേഷം ഈ പതാക മാറ്റേണ്ടി വന്നാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിദഗ്ധരായ ആളുകൾ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ധ്വജം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തെ ഒരു ക്ഷേത്രത്തിന് മുകളിൽ ഉയരുന്ന ഇത്രയധികം പ്രത്യേകത ഉള്ള മറ്റൊരു ധ്വജം അത് ഉണ്ടാവില്ല. 191 അടി പൊക്കത്തിൽ, അതിനുശേഷം 10 അടി ഉയരത്തിലാണ് ഈ പതാക ഉയർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം, UPയിലെ യോഗി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ നിമിഷം എന്നവർ പറയുന്ന ഒന്നാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിലുള്ള ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു രാമക്ഷേത്ര നിർമ്മാണം. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. 3 നിലകളും ഇപ്പോൾ പ്രവർത്തന സജ്ജം, അത്തരത്തിൽ സജ്ജമായിരിക്കുന്ന സാഹചര്യം ഉണ്ട്. ഏറ്റവും ഒടുവിൽ നാളെ 2026 തീയതി മുതൽ പൂർണ്ണമായും ഭക്തർക്കായി ക്ഷേത്രം ദർശനത്തിനായി തുറന്നു കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ നിയന്ത്രണങ്ങൾ അല്പസമയം കൂടി തുടരും എന്ന് വേണം കരുതാൻ. അതിനുശേഷം നാളെ മുതൽ ക്ഷേത്രം പൂർണ്ണമായും ഭക്തർക്കായി തുറന്നു കൊടുക്കുകയും ഭക്തരുടെ ഒരു പ്രവാഹം ഇങ്ങോട്ട് പ്രതീക്ഷിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇന്ന് കുറെ സമയം, ഏതാണ്ട് രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ ഗതാഗത ക്രമീകരണങ്ങളും റെസ്ട്രിക്ഷൻസും ആയിരുന്നു. അത് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ചായിരുന്നു. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഒരു 3 ടയർ സുരക്ഷാ സംവിധാനമടക്കം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം ഇതുമായി ബന്ധപ്പെട്ട് നോക്കിക്കാണാൻ. ഏതായാലും വലിയ ഭക്തജന പങ്കാളിത്തം വരും ദിവസങ്ങളിലും ക്ഷേത്രത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. പ്രൗഢഗംഭീരമായ ചടങ്ങായിരുന്നു. 3 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, പ്രധാനമന്ത്രിയും മോഹൻ ഭാഗവതും ചേർന്ന് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവേദി പങ്കിടുന്ന ആദ്യ ഒരു ചടങ്ങായി കൂടി അയോധ്യയിലെ ഈ ധ്വജാരോഹണ ചടങ്ങ് മാറി എന്നുള്ളതാണ്. ഭവ്യ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കൂടുതൽ നടപടികൾ ഉണ്ടാവില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം. പോലീസ് കേസെടുക്കുകയും അറസ്റ്റിലേക്ക് കടക്കുകയും ചെയ്താൽ തുടർ നടപടികൾ മതിയെന്നാണ് നേതൃത്വത്തിലെ ധാരണ. രാഹുലിനെ കോൺഗ്രസും സർക്കാരും ഭയപ്പെടുകയാണെന്ന് BJP ആരോപിച്ചു. ഇരയായ പെൺകുട്ടിയുടെ പരാതി ലഭിച്ചാൽ ഉടൻ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമ്പോഴും ഉടൻ നടപടി ഇനി വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. നേരത്തെ തന്നെ നടപടിയെടുത്ത കാര്യമാണ്. പുതിയ തെളിവുകൾ വരുന്നതുകൊണ്ട് മാത്രം കൂടുതൽ നടപടിയെടുക്കാൻ കഴിയില്ല. സർക്കാർ ഇനി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന ഒരു അഭിപ്രായം കൂടി കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. സർക്കാർ, പോലീസ്, അന്വേഷണ സംഘം ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ കേസെടുക്കുകയോ അറസ്റ്റിലേക്കൊക്കെ പോയാൽ അപ്പോൾ കൂടുതൽ നടപടി, രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതുൾപ്പെടെ നടപടിയിലേക്ക് പോയാൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. ഒരു കുറ്റത്തിന് 2 തവണ ശിക്ഷിക്കാനാകുമോ എന്ന ന്യായവാദമാണ് ഇതിനായി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? ഇപ്പോ ഞങ്ങൾ ഈ വിഷയം ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു. നിങ്ങൾ നടപടി എടുക്കാത്ത ആളുകളോട് പോയി ചോദിക്കുക എന്തിനാ ഞങ്ങളോട് എന്താ? ഞാൻ ഒറ്റ ചോദ്യത്തിൽ എന്റെ മറുപടി ഒറ്റ വാചകമാണ്. ഒരേ കാര്യത്തിൽ
ഒരു വ്യക്തിക്കെതിരായി 2 പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റുമോ? അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ബഹളം ഉണ്ടാക്കല്ലേ, അത്ര ആവശ്യം കാണിക്കില്ലേ, ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ മറുപടി പറയല്ലേ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ ഒറ്റ വാചകത്തിലുള്ള മറുപടിയാണ്. നടപടിയെടുത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഒരേ കാര്യത്തിൽ ഒരു വ്യക്തിക്കെതിരായിട്ട് 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റുമോ? അത്രയേ ഉള്ളൂ മറുപടി. നീ ഒന്നുമില്ല, നത്തിങ് മോർ. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പരിപാടികളിലും അതുപോലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും ഇറങ്ങുന്നതിനെ എതിർപ്പുള്ളവരും കോൺഗ്രസിലുണ്ട്. അത് വേണ്ടെന്ന് രാഹുലിനെ അറിയിക്കാനുള്ള നീക്കങ്ങളും കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതായി ലഭിക്കുന്ന സൂചന. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി പൊതുവേദികളിൽ, കോൺഗ്രസ് വേദികളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പമൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തില്ല എന്ന് കരുതുന്നവരും കോൺഗ്രസിലേറെയാണ്. ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്കില്ല. പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ പാർട്ടി ചെയ്യണമെങ്കിൽ അത് പാർട്ടി ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാർട്ടി ചെയ്യേണ്ട കാര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ പാർട്ടി ചെയ്യേണ്ടതില്ല. ഇനി അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും. എന്നാൽ രാഹുലിനെതിരെ കടുത്ത നടപടി തന്നെ കോൺഗ്രസ് എടുക്കണം. രാഹുലിനെ കോൺഗ്രസ് ഭയപ്പെടുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാഹുലിനെ ഭയപ്പെടുന്നു എന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ചോദ്യമാണ് BJP നേതൃത്വം ഉന്നയിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ എന്താണ് പിണറായി വിജയനെ പിന്തിരിപ്പിക്കുന്ന ഘടകമെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഒരു പരാതി ലഭിക്കുമെന്ന് തോന്നിയാൽ അതിന്റെ പേരിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് കേസെടുക്കാൻ എപ്പോഴും വ്യഗ്രത കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു പെൺകുട്ടി ആവർത്തിച്ച് അവരുടെ ഫോൺ സംഭാഷണവും ചാറ്റിങ്ങും പുറത്തുവിട്ടിട്ടും ഇതുവരെ സുവോമോട്ടോ കേസെടുക്കാൻ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് കേരള സമൂഹത്തിനോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരയായ പെൺകുട്ടി പരാതി നൽകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മുഖ്യമന്ത്രി നേരിൽ കണ്ട പെൺകുട്ടി പരാതി നൽകുമെന്നാണ് സൂചനകൾ പുറത്തു വന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെയും ഇത്തരത്തിൽ പെൺകുട്ടി ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ച മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചതായി സ്ഥിരീകരിക്കുന്നില്ല. ആ പെൺകുട്ടിയുടെ പരാതി കിട്ടിയാൽ അതിവേഗം തുടർ നടപടികളിൽ കടക്കാനാണ് പോലീസിന്റെയും സർക്കാരിന്റെയും തീരുമാനം. പാർട്ടി വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടി രാഹുലിനെ സസ്പെൻഡ് ചെയ്തതാണല്ലോ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തിരിച്ചെടുത്തിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട്. ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നോട്ട് വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുവോമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ, പരാതിക്കാരില്ലാതെ. ഇതിന്റെ അന്വേഷണം കൂടി വരട്ടെ. പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കേണ്ടത് സർക്കാരെന്ന് കെ മുരളീധരൻ. സർക്കാർ നടപടിയെടുത്താൽ പാർട്ടി നടപടിയുണ്ടാകും. UDFന്റെ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ പങ്കെടുക്കുന്നില്ല. വിവാദം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ലെന്നും മുരളീധരൻ. UDFന്റെ പ്രചാരണ രംഗത്ത് സജീവമാണ്. ഇല്ല, പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും സസ്പെൻഡ് ചെയ്ത MLA പങ്കെടുപ്പിക്കുന്നു. അക്കാര്യം വളരെ ക്ലിയറാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. തുടർന്നുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിച്ച് ഉചിതമായിട്ടുള്ള സമയത്ത് നിലപാട് ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ ഉയർന്ന ഈ ആരോപണം വലിയ തരത്തിലേക്ക് തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ UDF? ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ചടിയാവില്ല. കാരണം ആക്ഷൻ എടുക്കേണ്ട ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് ഗവൺമെന്റ് ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പാർട്ടിയുടെ നിലവിലുള്ള നിലപാട് ഞങ്ങൾ എടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ ആണെങ്കിൽ പാർട്ടിയുടെ നടപടി പുറത്താക്കലിലേക്ക് അവസാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ. പരാതിയുമായി വന്നാൽ രാഹുൽ ജയിലിലാകുമെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. കൂടുതലിന് മുമ്പേയുള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിന്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ വിവരങ്ങൾ വരും. അവര് ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട്
അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലപാടാണല്ലോ, ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. ഇവരെല്ലാം സംരക്ഷിക്കുക. എത്യോപ്യയിലെ ഹെബ്ലി ഗബ്ലി അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് രൂപപ്പെട്ട ചാരപ്പുക ചൈനയിലേക്ക് നീങ്ങുന്നു. ഇന്ന് രാത്രിയോടെ ഇന്ത്യയുടെ അന്തരീക്ഷം ചാരപ്പുക വിമുക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ നിരീക്ഷണം. ഇതിനോടകം ന്യൂയോർക്ക്, ഡൽഹി ഫ്ലൈറ്റ് ഉൾപ്പെടെ എയർ ഇന്ത്യ 11 സർവീസുകൾ റദ്ദാക്കി. ആകാശ എയർ, ഇൻഡിഗോ, KLM എന്നീ കമ്പനികളും ചില സർവീസുകൾ റദ്ദാക്കി. നിരവധി വിമാനങ്ങളാണ് വഴിതിരിച്ചുവിടുന്നത്. 100 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ 15,000 മുതൽ 25,000 അടി ഉയരത്തിലാണ് ചാരമേഘങ്ങൾ സഞ്ചരിക്കുന്നത്. ഏഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും വ്യോമഗതാഗതത്തെ ചാരപ്പുക സാരമായി തന്നെ ബാധിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അഭിലാഷ്, എന്തായാലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള ചാരപ്പുക വിമുക്തമാകുമെന്നാണ് ഇന്ത്യയിൽ നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ്? ആശങ്ക ഒഴിയുകയാണല്ലേ? ഭവ്യ, തീർച്ചയായിട്ടും ഇപ്പോൾ ഈ എത്യോപ്യയിൽ നിന്ന് വരുന്ന ഈ ചാരപ്പുക ഇന്ത്യയെ വിട്ട് അത് മറ്റ് ചൈനയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ വരുന്നത്. ഇന്ന് രാത്രിയോടുകൂടി ഒരുപക്ഷെ ഇന്ന് രാത്രി 8 മണിയോടുകൂടി തന്നെ ഇന്ത്യയുടെ അന്തരീക്ഷം പൂർണ്ണമായും ക്ലിയർ ആവും. അത് ചൈനയിലേക്ക് നീങ്ങും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താറുമാറായി കിടക്കുന്ന നമ്മുടെ വ്യോമഗതാഗതം പുനഃക്രമീകരിച്ച് വീണ്ടും പഴയതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിലവിൽ എയർ ഇന്ത്യ അടക്കമുള്ള വിമാനങ്ങൾ, എയർ ഇന്ത്യയുടെ 11 വിമാനങ്ങളാണ്, സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മാത്രമല്ല നിരവധി വിമാന സർവീസുകൾ പ്രത്യേകിച്ച് രാജ്യത്തിന് പുറത്തുനിന്ന് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുന്ന അടക്കമുള്ള വിമാനങ്ങൾ, ദുബായിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് വരുന്ന വിമാനങ്ങൾ എല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ 11 വിമാനങ്ങൾ റദ്ദാക്കി. അതുപോലെ ഇൻഡിഗോ, ആകാശ, അതുപോലെ KLM തുടങ്ങിയിട്ടുള്ള നിരവധി വിമാന സർവീസുകൾ, കമ്പനികൾ അവരുടെ സർവീസുകൾ ഈ ഒരു വിഷയത്തിന് പുറത്ത് നിർത്തലാക്കേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യത്തിന് പുറത്തേക്ക് വേണ്ടി വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ എയർ സ്പേസ് വഴി പോകേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ എയർ സ്പേസിലേക്ക് കയറാനുള്ള അനുമതി ഇല്ലാത്തത് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. എന്തായാലും ഇന്ന് രാത്രി 7:30 അല്ലെങ്കിൽ 8 മണിയോടുകൂടി തന്നെ ഈ ഒരു ചാരപ്പുക എത്യോപ്യയിലെ ഹൈലി ഗുബി വോൾക്കാനോയിൽ നിന്ന് പുറത്തു വന്ന ഈ ഒരു ചാരപ്പുകയും സൾഫർ ഡയോക്സൈഡും ഒക്കെ ഇന്ന് ഇന്ത്യൻ അതിർത്തി കടന്ന് ചൈനയിലേക്ക് പോകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഡൽഹിയുടെ അന്തരീക്ഷം നിലവിൽ AQI എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 അടുപ്പിച്ചൊക്കെ എത്തിയിരിക്കുകയാണ്. അത്രയും വായു മലിനീകരണം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചാരപ്പുക കൂടി ഡൽഹിയുടെ അന്തരീക്ഷത്തിലേക്ക് വന്ന് കയറിയത്. എന്നാൽ അത് പ്രതലത്തിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരെയാണ്, ഉയരത്തിലാണ് ഉള്ളതുകൊണ്ട് തന്നെ തൽക്കാലം അതൊരു അധിക പ്രശ്നമായി നിലവിൽ വരാൻ സാധ്യതയില്ല. എന്നാൽ ഒരു മഴ പെയ്യുമ്പോൾ ഈ സൾഫർ ഡയോക്സൈഡ് അടക്കമുള്ള സാധനങ്ങൾ ഭൂമിയിലേക്ക് എത്താനും ആളുകളിലേക്ക് എത്താനുമുള്ള ഒരു സാഹചര്യം കൂടി കണക്കാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ചാരപ്പുക ഇന്ത്യയുടെ അതിർത്തി വിട്ടു പോകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഭവ്യ, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. ശനിയാഴ്ചയുണ്ടായ ദുരനുഭവം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച പെൺകുട്ടി അതിക്രമത്തിന് ശേഷം പ്രതിയെ പിന്തുടരുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തൃശ്ശൂരിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറാനെത്തിയ പെൺകുട്ടിയോടാണ് അപമര്യാദയായി ഇയാൾ ഈ തിരുവനന്തപുരം സ്വദേശിയായപ്പോൾ അറസ്റ്റായിട്ടുള്ള സജീവ പെരുമാറുന്നത്. പെൺകുട്ടി ട്രെയിനിലേക്ക് കയറുമ്പോൾ പിറകിലൂടെ വന്ന് അവരുടെ ദേഹത്തെ സ്പർശിക്കുകയായിരുന്നു. അപമര്യാദയായ രീതിയിൽ തന്നെ ദേഹത്ത് കടന്നു പിടിച്ച ഇയാളെ സജീവിനെ ഈ പെൺകുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നിർത്തുകയും തുടർന്ന് ഇയാൾ കൈ കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഈ പെൺകുട്ടി തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഇത് ചിത്രീകരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ ശബ്ദത്തിൽ ഇയാൾക്ക് നേരെ കയർത്ത ഈ പെൺകുട്ടിയുടെ കൈ കുതറി മാറ്റിക്കൊണ്ട് അയാൾ ഓടി രക്ഷപ്പെടുന്നതാണ് പിന്നീട് കാണുന്നത്. ഏതായാലും ഈ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി സമൂഹ മാധ്യമങ്ങളിൽ അത് വ്യക്തമാക്കുകയും ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്.
അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാലി അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ നല്ലോണം സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു ആളെന്റെ മാല പൊട്ടിച്ചതല്ല, ആളെന്റെ ബ്രസ്റ്റിൽ കയറി പിടിക്കുകയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. തുടർന്ന് ഈ പെൺകുട്ടി അവിടെ കൂടിയ യാത്രക്കാരുമെല്ലാം അവിടേക്ക് എത്തുകയും ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവർ നിർദ്ദേശിച്ചതനുസരിച്ച് റെയിൽവേ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനുശേഷം റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയും തുടർന്ന് നടത്തിയ തെരച്ചിലിലുമാണ് ഇയാൾ പിടിയിലാകുന്നത്. സംഭവം ആദ്യം നിഷേധിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത്. പക്ഷേ തെളിവുകളടക്കം ഈ പെൺകുട്ടി നിരത്തിയപ്പോൾ മറ്റ് വഴികളില്ലാതെ വരുന്ന ഒടുവിൽ കുടുംബത്തെ മാനിക്കണമെന്നതെല്ലാം തന്നെ പറഞ്ഞു. പക്ഷേ ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ പൊതുനിരത്തിൽ വെച്ച് പൊതുമധ്യത്തിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിക്കുക, കടന്നു പിടിക്കാൻ ശ്രമിക്കുക, അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. കർശനമായ നിയമ നടപടികളടക്കം നേരിടേണ്ടതാണ്. അതുകൊണ്ട് താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പെൺകുട്ടി അറിയിച്ചിരിക്കുന്നത്. കാരണം താൻ ഇത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൂടി അത് ഇങ്ങനെ ഈ രീതിയിൽ അപമാനിക്കപ്പെടുന്നവർക്ക് കൂടി അത് പ്രചോദനമാകണം, വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി മുന്നോട്ട് വരാൻ തയ്യാറാകണമെന്നാണ് അവർ സമൂഹ മാധ്യമങ്ങളിലടക്കം പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. ഏതായാലും ഇയാളെ ഈ തിരുവനന്തപുരം സ്വദേശിയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മലപ്പുറം തിരൂർ SIR എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഉടുമുണ്ട് പൊക്കിക്കാട്ടി BLO. മലപ്പുറം തൃപ്പങ്ങോട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLOയാണ് നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായത്. BLO വാസുദേവനെ ചുമതലയിൽ നിന്ന് നീക്കി. SIR എന്യൂമറേഷൻ ഫോം കളക്ഷൻ ക്യാമ്പിലാണ് സംഭവം. തിരൂർ തൃപ്പങ്ങോട് പഞ്ചായത്തിലെ 38-ാം നമ്പർ ബൂത്തിലെ BLO വാസുദേവനാണ് ഉടുമുണ്ട് അഴിച്ചുകാട്ടിയത്. പ്രായമുള്ളവരെ അടക്കം വെയിലത്ത് വരിയിൽ നിർത്തുന്നത് ചോദ്യം ചെയ്തതാണ് പ്രകോപനം. ഫോം വിതരണത്തിനിടെ നാട്ടുകാരുടെ ചോദ്യങ്ങളിൽ ക്ഷുഭിതനായാണ് ഇയാൾ ഉടുമുണ്ട് അഴിച്ചുകാട്ടിയത്. ഈ സമയം നിരവധി പേർ ഇവിടെയുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതിനു പിന്നാലെ BLOയ്ക്കെതിരെ ജില്ലാ കളക്ടർ നടപടിയെടുത്തു. വാസുദേവനെ BLO ചുമതലയിൽ നിന്നും മാറ്റി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പകരം ചുമതല മറ്റൊരാൾക്ക് നൽകി. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതെന്നായിരുന്നു വാസുദേവന്റെ വിശദീകരണം. ന്യൂസ് 18 തിരൂർ. എറണാകുളത്ത് സ്പായിൽ പോയത് ഭാര്യയോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി സിവിൽ പോലീസ് ഓഫീസറിൽ നിന്ന് പണം തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക്. അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. കേസിൽ പ്രതിയായ പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബൈജു ഒളിവിലാണ്. കൊച്ചിയിലെ സ്പാ സെന്റർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അന്വേഷണം എത്തുന്നത് കൂടുതൽ പോലീസുകാരിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനകളാണ് വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റായ സ്പായിലെ ജീവനക്കാരി രമ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് സമാനമായ രീതിയിൽ വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇവരുടെ മൊഴി പറയുന്നുണ്ട്. അവരുടെ മൊഴി പ്രകാരം ഈ സ്പായിലേക്ക് എത്തുന്ന പലരുടെയും വ്യക്തിഗതമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം പിന്നീട് അവരെ ഒരു ട്രാപ്പിൽപ്പെടുത്തുന്ന രീതിയിലേക്ക്, കാരണം ഈ സ്പായിലെ ജീവനക്കാരിയുടെ സഹകരണത്തോടുകൂടി ഒരു പരാതി നൽകുകയും പിന്നീട് അത് ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇടനിലക്കാരായ പോലീസുകാർ ഉൾപ്പെടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ രീതിയിൽ നേരത്തെയും പണം തട്ടിയെടുത്തിട്ടുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് പോലീസിന് ലഭിക്കുന്നത്. അതിൻ്റെ ഇടനിലക്കാർ പലരും പോലീസുകാരായിരുന്നുവെന്ന രീതിയിലാണ് വിവരങ്ങൾ വരുന്നത്. നേരത്തെയും ഈ സ്പാ സെൻ്ററുകളുമായി പലപ്പോഴും ഒരു ബിസിനസ് പങ്കാളികൾ എന്ന രീതിയിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് തന്നെ 2 പോലീസുകാർ ഏറ്റെടുത്ത മറ്റൊരു സ്പായുടെ സെൻറ്ററിൻ്റെ നടത്തിപ്പ് പോലീസുകാർക്കായിരുന്നു എന്ന് കണ്ടെത്തി നടപടികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ പോലീസുകാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ പോലീസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലാരിവട്ടം സ്റ്റേഷനിലെ SI ബൈജു ഇയാൾ ഒളിവിലാണ്. 1-ാം പ്രതിയാണ് ഇയാൾ ഒളിവിലാണ്.
ഈ കേസിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ സ്പാ സെൻ്ററിലെത്തുകയും തുടർന്ന് അയാളുടെ വിവരങ്ങളുമായി ശേഖരിച്ച ശേഷം ഇയാൾ അവിടെ നിന്ന് സ്വർണ്ണമാല കാണാനില്ല എന്ന് ഈ സ്പാ സെൻ്റർ ജീവനക്കാരി പരാതി നൽകുകയും ചെയ്തു. അത് ഒത്തുതീർപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 4 ലക്ഷം രൂപ SI കൈപ്പറ്റുകയും പിന്നീട് ഈ സംഘം ഇടനിലക്കാരുമായി ചേർന്നത് വീതം വെച്ചെടുത്തു എന്നുമാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. പരാതി പെട്ടെന്ന് തന്നെ ഇല്ലാതായ സാഹചര്യത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരം വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നവരെക്കുറിച്ചും സിറ്റി പോലീസ് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. രാണിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പാലക്കാട് മണ്ണാർക്കാട് PK ശശിയുടെ അനുയായികൾ CPM-നെതിരെ മത്സരത്തിന്. മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലും സമീപ പ്രദേശങ്ങളിലെ 3 പഞ്ചായത്തുകളിലും വിമതരായി മത്സരരംഗത്തുള്ള ശശി അനുകൂലികൾ ലക്ഷ്യമിടുന്നത് CPM-ന്റെ പരാജയമാണ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടെങ്കിലും KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുകയാണ് ശശി. വിമതർക്കെതിരെ മറ്റിടങ്ങളിൽ നടപടിയെടുത്ത CPM ശശിക്കെതിരെ നടപടിക്ക് തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. മണ്ണാർക്കാട് നഗരസഭ പിടിച്ചെടുക്കാനുള്ള LDF നീക്കത്തിന് തലവേദന സൃഷ്ടിക്കുകയാണ് PK ശശിയുടെ അനുയായികൾ. 10 വാർഡുകളിൽ മണ്ണാർക്കാട് നഗരസഭയിലെ 10 വാർഡുകളിലാണ് അവർ ജനകീയ മതേതര മുന്നണിയുടെ പേരിൽ മത്സരിക്കുന്നത്. ഈ 10 വാർഡും LDF-ന് മേൽക്കൈയുള്ള വാർഡുകളാണ്, അല്ലെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ള വാർഡുകളാണ്. നേരത്തെ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു ഇത്തവണ LDF-നുണ്ടായിരുന്ന 4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ UDF ഭരണം പിടിച്ചത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷിതമായിരുന്നു LDF ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് PK ശശിയുടെ ഒപ്പമുള്ളവർ ഈ ഒരു 10 സീറ്റുകളിൽ മത്സരിക്കുന്നത് LDF-നെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. LDF ജയിക്കാതിരിക്കാൻ പരമാവധി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന നിലപാടിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ജയിക്കാനായില്ലെങ്കിലും LDF-നെ തോൽവി ഉറപ്പിക്കാൻ അവരുടെ സാന്നിധ്യം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് CPM-ന് ഇടതുപക്ഷത്തിന് ഇവിടെ തലവേദന ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് PK ശശി പരസ്യമായി പറയുന്നതെങ്കിലും PK ശശിയുടെ അനുവാദത്തോടെയാണ് ഈ ഒരു നീക്കം എന്ന കാര്യം വ്യക്തമാണ്. അതേപോലെ തന്നെ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് പുറത്ത് മണ്ണാർക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ, തിരുവിഴാംകുന്ന് ഡിവിഷനിലും, അതുപോലെ കോട്ടോപ്പാടം, കാരാക്കുറിശി, കാഞ്ഞിരപ്പുഴ പഞ്ചായത്തുകളിലും PK ശശിയുടെ അനുയായികൾ മത്സരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ UDF-ന്റെ പിന്തുണയും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ UDF-മായി അടുക്കാനുള്ള നീക്കത്തിലാണ് PK ശശി എന്ന് CPM വിലയിരുത്തിയിരുന്നു. എന്നാൽ PK ശശി ആവട്ടെ പാർട്ടിക്കൊപ്പമാണ്. ഏത് ബ്രാഞ്ചിലാണെന്ന് അറിയില്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പാർട്ടി നടപടി സ്വീകരിച്ചാൽ പുറത്തു പോകാൻ റെഡിയായിട്ട് തന്നെയാണ് PK ശശി ഇരിക്കുന്നത് എന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ PK ശശിക്കെതിരെ നടപടിയെടുക്കാതെ ശശി സ്വയം പുറത്തു പോകുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാടിലാണ് പാർട്ടിയുള്ളത്. ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ പിന്തുണയോടെ ഒറ്റപ്പാലത്തോ ഷൊർണൂരിലോ PK ശശി മത്സരിക്കാനുള്ള സാധ്യതയും LDF തള്ളിക്കളയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിനൊപ്പമുള്ളവർ ഇപ്പോൾ നഗരസഭയിൽ LDF-ന് തലവേദനയായിട്ട് നഗരസഭയിൽ 10 ഡിവിഷനുകളിൽ മത്സരിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, ഈ LDF-നെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക. മറുവശത്ത് UDF-നാകട്ടെ ഈ ഒരു PK ശശിയുടെ പിന്തുണ, അല്ലെങ്കിൽ PK ശശിയുടെ ഒപ്പമുള്ളവരുടെ പിന്തുണ വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. LDF-ന് മണ്ണാർക്കാട് ആത്മവിശ്വാസം നൽകുന്ന ഒരേ ഒരു ഘടകം പണ്ടത്തെ പോലെ CPM-ഉം CPI-യും 2 തട്ടിലല്ല ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ PK ശശിയുടെ ഒപ്പമുള്ളവരുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ എന്ത് ചലനം സൃഷ്ടിക്കുമെന്നുള്ളത് PK ശശിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കൂടി നിർണായകമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പാലക്കാടൻ രാഷ്ട്രീയത്തിൽ. CV അനുമോദ്, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുപ്പിക്കുന്നതിന്റെ ഭാഗമായി മുണ്ടിലും സാരിയിലും ചിഹ്നം പ്രിന്റ് ചെയ്ത് പുതിയ ട്രെൻഡ് ആരംഭിച്ചിരിക്കുകയാണ് ബാലരാമപുരത്തെ ഒരു കട. എല്ലാ പാർട്ടിയുടെയും ചിഹ്നം പ്രിന്റ് ചെയ്ത മുണ്ടുകൾ ഇവിടെ റെഡിയാണ്. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ചിഹ്നം അറിയിച്ചാൽ ആ മോഡലിലും ചെയ്തു തരും. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പതിവായി കാണുന്ന കാഴ്ചയാണ് ഫ്ലക്സുകളും ചുവരെഴുത്തുകളും കൊടിതോരണങ്ങളും. അതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ബാലരാമപുരത്ത് മുണ്ടിലും സാരിയിലും തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പുത്തൻ രീതിയാണ് ചൈത്ര ട്രേഡേഴ്സ് എന്നൊരു കടയിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിശേഷങ്ങൾ നോക്കാം. കൈത്തറിക്ക് പ്രസിദ്ധമാണ് ബാലരാമപുരം. എല്ലാ ഇലക്ഷൻ സമയത്തും കൈത്തറിയിലടക്കം വിവിധ തരം മോഡലുകളിൽ തോരണങ്ങളും മറ്റും ഇവിടുത്തെ കടകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. മുണ്ടുകളിൽ പാർട്ടി ചിഹ്നങ്ങൾ പ്രിന്റ് ചെയ്ത് നൽകുകയാണ് ബാലരാമപുരത്തെ ചിത്ര ട്രേഡേഴ്സ് എന്ന കട.
ഇതിനൊപ്പം സാരിയിലും ചിഹ്നത്തിനനുസരിച്ച് ഡിസൈനുകൾ ചെയ്തു നൽകുന്നുണ്ട്. ബാലരാമപുരത്ത് എല്ലാ സീസണും നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ സാധനങ്ങൾ ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലേക്ക് കൂട്ടി. അപ്പോൾ നമുക്ക് മുണ്ടിലും സാരീസിലും ഒക്കെ നമുക്ക് ഈ ചിഹ്നത്തിന്റെ വെച്ച് നമുക്ക് ഇറക്കാമോ എന്നുള്ള ഒരു ആശയം നമ്മൾ തോന്നി. അങ്ങനെ നമ്മൾ പ്രിന്റ് ചെയ്ത് തുടങ്ങിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും വന്ന് വാങ്ങിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഓർഡേഴ്സ് എല്ലാം 50-100 പ്രചരണത്തിൽ പോകുമ്പോൾ എല്ലാം ഒരുമിച്ച് പോകാനായിട്ട് ഒരേപോലെ പോകാനായിട്ട് എല്ലാവരും വന്ന് മേടിക്കുന്നു. പ്രചരണം കൊടുമ്പിരി കൊള്ളുമ്പോൾ ജനങ്ങളിലേക്ക് ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ എത്തുവാനായി ഇവിടേക്കെത്തുന്ന പാർട്ടി പ്രവർത്തകർ നിരവധിയാണ്. ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ഓർഡർ നൽകിയാൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ ചിഹ്നം പ്രിന്റ് ചെയ്ത മുണ്ട് നൽകും. കൈത്തറി തുണിയിലും ആവശ്യക്കാർക്ക് ഇത്തരത്തിൽ ഡിസൈനുകൾ ചെയ്തു നൽകുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണ്ണവില നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,645, പവന് 93,160. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 96,030, പവന് 77,040. വെള്ളി ഗ്രാമിന് 168, കിലോയ്ക്ക് 1,68,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.